കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടി സ്ത്രീകള് സാധാരണ ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടി ഭർത്താവിന് ഐശ്വര്യവും ഐരാരോഗ്യവും ചെയ്യുന്നതെല്ലാം പ്രവൃത്തികളും വിജയവും ഉണ്ടാവാൻ വേണ്ടി സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നൊരു ആചാരമായിരുന്നു ഒന്ന് തിരുവാതിര. ധനുമാസത്തെ തിരുവാതിര നാളില് തന്റെ ഭർത്താവിന് ഐരാരോഗ്യ സൗഖ്യം ഉണ്ടാവാൻ വേണ്ടി വിവാഹം കഴിഞ്ഞ സ്ത്രീകള് അവരുടെ ഭർത്താവിന്റെ ആയുസ്സും ആരോഗ്യവും ധനവും സമ്പത്തും എല്ലാം നിലനിർത്താൻ വേണ്ടി തിരുവാതിര ഉപവാസമല്ല നൊയമ്പായിട്ട് എടുക്കും. തിരുവാതിര നൊയമ്പെടുത്ത് അരി ആഹാരം ഉപേക്ഷിച്ച് അവര് അത് പല ചടങ്ങുകളും ഇതുമായിട്ട് തിരുവാതിര നൊയമ്പ് ആഘോഷിക്കുന്നു. വിവാഹം കഴിയാത്ത പെൺകുട്ടികളാണെങ്കിൽ നല്ല ഭർത്താവിനെയോ നല്ല ബന്ധങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവര് തിരുവാതിര നൊയമ്പ് ആഘോഷിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇനി ഈ തിരുവാതിര നൊയമ്പ് ആഘോഷിച്ചാൽ മാത്രം പോരാ, നല്ല ഭർത്താവിനെ അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്നേഹം അല്ലെങ്കിൽ ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചില മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ നമുക്ക് പ്രയോഗിക്കാം. നല്ലൊരു ഭർത്താവ് ആണ് എല്ലാ പെൺകുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത്, സ്ത്രീകളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ഭർത്താവിനെ എല്ലാവർക്കും ലഭിക്കുന്നുമില്ല. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് കിട്ടിയ ഭർത്താവ് അല്ലെങ്കിൽ കിട്ടിയ പുരുഷൻ നല്ലതാവാനും നല്ല നന്മയുള്ളവനും നമ്മളോട് സ്നേഹമുള്ളവനും എല്ലാം ആയി തീരാൻ, നമ്മുടെ ആഗ്രഹപ്രകാരമുള്ള ഒരു ഭർത്താവായി തീരാൻ നമ്മൾ എന്ത് ചെയ്യണം? ചില മന്ത്രങ്ങളും യഥാവിധികളൊക്കെ അനുഷ്ഠിച്ച് ചില ഉപവാസങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഭർത്താവിന് വേണ്ടി ചില പൂജാ പരിഹാരങ്ങൾ വഴിപാടുകളൊക്കെ ചെയ്താൽ നമുക്ക് ഭർത്താവിനെ നമ്മളോടുകൂടി യോജിപ്പിച്ച് നിർത്താൻ സാധിക്കും. അത് സംഭവിക്കുന്നുണ്ട്. അതിന് സ്ത്രീകൾ മനസ്സ് വെച്ച് ഭർത്താവിന്റെ നന്മയ്ക്കും ഭർത്താവിനെ നമ്മളോടുകൂടി സ്നേഹ ആദരങ്ങൾ ഉണ്ടാവാൻ നമ്മൾ പ്രയോഗിക്കേണ്ട മന്ത്രങ്ങളിൽ ഒന്നാണ്. അതായത് ഈ മന്ത്രം നമ്മൾ വേണ്ട വിധം യഥാവിധി എല്ലാ ദിവസവും 108 ഉരു അല്ലെങ്കിൽ 1008 ഉരു ചൊല്ലി സിദ്ധി വരുത്തി നമ്മൾ ഭർത്താവിന്റെ അടുത്ത് ചെന്നിരുന്നത് ചൊല്ലിയാൽ ഭർത്താവിന് നമ്മളോട് സ്നേഹവും മമതയും ഒപ്പം തന്നെ നല്ല ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പെൺകുട്ടികൾക്ക് ഭർത്താവിനെ ലഭിക്കും. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്ന് സ്നേഹവും അംഗീകാരവും ലഭിക്കും. അത് മന്ത്രം ഇതാണ്: ജയ ജയ ഗിരിവര രാജകിശോരി ജയ മഹേഷ് മുഖ ചന്ദ്ര ചകോരി. മലയാള അക്ഷരങ്ങളാണ് പറയുന്നത്, സംസ്കൃതത്തിലാണെങ്കിലും എഴുതാൻ എളുപ്പമുള്ളതാണ്. ജയ ജയ ഗിരിവര രാജകിശോരി ജയ മഹേഷ് മുഖ ചന്ദ്ര ചകോരി. ഈ ജപം നിങ്ങൾ ഉത്തമ ഭർത്താവിനെ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഉത്തമമാനായ നിങ്ങളുടെ ആഗ്രഹത്തിനുള്ള ഭർത്താവ് ഉള്ള നന്മയ്ക്ക് വേണ്ടി നിരന്തരം നിങ്ങൾ ജപിക്കുക. ഒന്നുകിൽ 108 തവണ എല്ലാ ദിവസവും ജപിക്കുക, അല്ലെങ്കിൽ 1008 തവണ ജപിച്ച് സിദ്ധി വരുത്തുക. ഒരു ദിവസം തന്നെ നിങ്ങൾ കുത്തിയിരുന്ന് 1008 തവണ തെറ്റുകൂടാതെ നിങ്ങൾ ജപിക്കുക. എന്നിട്ട് അത് സിദ്ധി വരുത്തുക. എന്നിട്ട് സിദ്ധി വരുത്തിയിട്ട് ഭർത്താവ് നമ്മളോട് ദേഷ്യപ്പെടുന്നു എന്ന് തോന്നുമ്പോഴോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നിരിക്കുന്ന സമയത്തോ ഒക്കെ ഈ ജപം മനസ്സുകൊണ്ട് ജപിക്കുക. നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള പെൺകുട്ടികൾ എല്ലാ വ്രതത്തിനോടൊപ്പം തന്നെ ഈ ജപം ആവർത്തിച്ചുകൊണ്ട് മനസ്സിൽ പല ആവർത്തി ഉപയോഗിച്ചു കഴിഞ്ഞാലും നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പുരുഷനെ നമുക്ക് ഭർത്താവായിട്ട് കിട്ടും. ഭർത്താവിനെ ലഭിച്ച സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഈ ജപം നമുക്ക് ജപിക്കാവുന്നതാണ്.